ജൂൺ 14-ന് സൈനികാഭ്യാസത്തിനിടെയാണ് യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കേണ്ടി വന്നത്. മടങ്ങിപ്പോകാൻ വൈകിയതോടെ സോഷ്യൽ മീഡിയയിലും ആഘോഷം. ഇറങ്ങിയത് യുദ്ധവിമാനമായതിനാൽ തുടക്കത്തിൽ വലിയ അഭ്യൂഹങ്ങളുണ്ടായി. ദിവസം ചെല്ലുന്തോറും ഏതു വിഷയത്തിലും ട്രോളുകൾ ഇറക്കുന്ന വമ്പന്മാർ F-35നെയും വെറുതെ വിട്ടില്ല. ആക്ഷേപഹാസ്യ വാർത്താ വെബ്സൈറ്റ് ദ ഫോക്സിയാണ് ആദ്യം കേരള ടൂറിസത്തെയും ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെയും ചേർത്ത് പോസ്റ്റ് ഇട്ടത്. കേരളം ഒരിക്കൽ ലാൻഡ് ചെയ്താൽ നിങ്ങൾക്ക് മടങ്ങിപ്പോകാനാകില്ല. സംശയമുണ്ടെങ്കിൽ ബ്രിട്ടീഷ് F-35നോട് ചോദിക്കൂ. ഇതായിരുന്നു പോസ്റ്റ്. മകനെ മടങ്ങി വരൂ എന്ന UK മലയാളിയുടെ റെസ്റ്റോറന്റിന്റെ പരസ്യത്തിലും യുദ്ധവിമാനം ഇടം പിടിച്ചു. കേരള ടൂറിസം വകുപ്പും അവസരത്തിനൊത്തുയർന്നു. കേരളം അതിമനോഹരമാണ്, എനിക്കിവിടം വിട്ട് പോകാനേ തോന്നുന്നില്ല. തിരുവനന്തപുരത്ത് തങ്ങിയ അനുഭവ പരിചയം വച്ച് ബ്രിട്ടീഷ് യുദ്ധവിമാനം ഗൂഗിൾ റിവ്യൂ നൽകുന്നതുപോലെ രസകരമായ പരസ്യം. ഒപ്പം കേരളത്തിലെ ടൂറിസത്തിന് 5 സ്റ്റാർ റേറ്റിംഗും നൽകിയിട്ടുണ്ട്. പരസ്യം ഹിറ്റായി. വകുപ്പിന്റെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയെ അഭിനന്ദിച്ചും പോസ്റ്റുകളെത്തി. മുതലെടുക്കുവാണല്ലേ സജി എന്ന കമന്റുകൾക്കും കുറവില്ല. ചിരി പടർത്തുന്ന നിരവധി കമന്റുകൾ വേറെയും. ബ്രിട്ടീഷ് യുദ്ധവിമാനത്തെ OLX-ൽ വരെ വിൽക്കാനിട്ടിരിക്കുന്ന മലയാളികൾ ട്രോളുകൾ കൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ പറന്നു. മിൽമയുടെയും കേരള പോലീസിന്റെയും പരസ്യങ്ങളും വൈറലായി. ന്യൂസ് ഡെസ്ക് 24.